അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ടവരെ, എജു ഹാക്കറിലേക്ക് സ്വാഗതം. അതിൽ തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ഒരു ദിവസം വൈകിട്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചത്, തിരക്കിലായിരുന്നു. നമ്മൾ ഇൻഡോ അറബാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 3 ഭാഗമാണ് ഇൻഡോ അറബിനുള്ളത്. ഒന്നാമത്തെ ഭാഗത്തിൽ ഞാൻ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നും ഇനി എങ്ങനെയാണ് വരിക എന്നുമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം നമ്മൾ തുടങ്ങുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേട്ടിരിക്കണം. ഇതുവരെ നിങ്ങൾ പഠിച്ച പോയിന്റുകൾ തന്നെയാണ് ഇനിയും പറയാനുള്ളത്. എന്നിരുന്നാലും എല്ലാവരും അത് കൃത്യമായി നോട്ട് ചെയ്യുക. മെയ് 8 എക്സാമിന് തീർച്ചയായും വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ അൽ അദബുൽ അറബി അൽ ഹിന്ദി, ഇൻഡോ അറബ് ലിറ്ററേച്ചർ എന്നതിനെ 4 ഭാഗങ്ങളാക്കി തിരിച്ചതൊക്കെ ഞാൻ നേരത്തെ വിശദീകരിച്ചിരുന്നു. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അൽ ഉദബാ വശുഅറാ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ കുറച്ച് സാഹിത്യകാരന്മാരെയാണ് ഇൻഷാ അല്ലാഹ് പഠിപ്പിക്കുന്നത്. കേരളത്തിലെ സാഹിത്യകാരന്മാരെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. 3ാമത്തെ ഭാഗത്തിൽ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അൽ ഉദബാ വശുഅറാ ഫിൽ ഹിന്ദ്, ഇവിടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് സിലബസിൽ പറഞ്ഞ 6 സാഹിത്യകാരന്മാരുണ്ട്. ഇന്ത്യയിലെ 6 സാഹിത്യകാരന്മാർ. അവരെ നമുക്ക് അത്യാവശ്യം ഡീപ്പായിട്ട് നോക്കണം. നെറ്റിൻ്റെ ലെവലിലൊന്നും നോക്കണ്ട, പക്ഷേ കുറച്ചൊക്കെ നമ്മൾ കരുതിയിരിക്കണം. ഇവരുടെ ഭാഗത്തുനിന്ന് എങ്ങനെയും ചോദ്യങ്ങൾ ഉണ്ടാവാം. ഇവരുടെ ഭാഗത്തുനിന്ന് ഇനി എങ്ങനെ ചോദ്യം ഉണ്ടായാലും നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഇതിൽ നടത്തിയിട്ടുള്ള PYQൻ്റെ ആ ഒരു സെഷനിൽ കൃത്യമായി ഇവരെ കുറിച്ചുള്ള എല്ലാ പോയിൻറ്റുകളും വന്നിട്ടുണ്ട്. അതിൽ വന്ന റയർ പുസ്തകങ്ങളൊക്കെ ഇനിയും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 6 സാഹിത്യകാരന്മാരെ നമ്മൾ കൃത്യമായി വ്യക്തമായി പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഈ 6 ആളുകളെ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതായിക്കൊണ്ട് നമുക്ക് കുറച്ച് ആളുകളെ, ഒരു 5-6 എക്സ്ട്രാ ആളുകളെ കൂടെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. PSC എഴുതുന്ന ആളുകളൊന്നും അത് കാര്യമാക്കണ്ട. കേട്ടറ്റ് എഴുതുന്ന ആളുകളുണ്ടെങ്കിൽ എക്സ്ട്രാ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് പഠിച്ചോളാം. അതിനുശേഷം ഏറ്റവും അവസാനം ഇന്ത്യയിലെ കുറച്ച് സ്ഥാപനങ്ങളെക്കുറിച്ചും ഇന്ത്യയിലെ കുറച്ച് സ്വഹീഫകൾ, പത്രങ്ങളെക്കുറിച്ചുമൊക്കെ മാഗസിനുകളെക്കുറിച്ചുമൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതും കേട്ടറ്റിൻ്റെ ആളുകൾ മാത്രം നോക്കിയാൽ മതി. PSCക്കാർക്ക് സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമുള്ള സംഗതിയല്ല. ഇനി നന്നായിട്ട് സമയമുള്ളവരൊക്കെ വേണമെങ്കിൽ അതൊക്കെ നോക്കിക്കോളാം. എനിവേ, PSC എഴുതുന്ന ആളുകൾ ഈ 6 ആളുകളെയാണ് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്. ഒന്നാമത്തെ ആൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഷാഹ് വലിയുള്ള ദഹ്ലവിയാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ഹു അബുൽ ഫയാൽ ഖുത്ബുദ്ദീൻ അഹ്മദ് ബിൻ അബ്ദുറഹീം, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഇവിടെ അഹ്മദ് ബിൻ അബ്ദുറഹീം എന്ന പേര് മുമ്പ് PSCക്ക് ചോദിച്ചതാണ്. അദ്ദേഹം ആരാണ്? ഹുവ മുഫസ്സിറുൻ, തഫ്സീർ പണ്ഡിതനാണ്. മുഹദ്ദിസുൻ, ഹദീസ് പണ്ഡിതനാണ്. ഫഖീഹുൻ, അദ്ദേഹം ഫിഖ് പണ്ഡിതനാണ്. മുത്തകല്ലിമുൻ, അദ്ദേഹം ഇൽമുൽ കലാമിൻ്റെ ഒരു പണ്ഡിതനാണ്. സൂഫിയുൻ, അദ്ദേഹം ഒരു സൂഫി വര്യനാണ്. ഷാഇറുൻ, അദ്ദേഹം ഒരു കവി കൂടിയാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മേഖലകൾ. അദ്ദേഹം 1702 ഡൽഹിയിലെ ഫുലത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. 1762 അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. ലഹു അൽഖാബുൻ ഐദ്ദ, അദ്ദേഹത്തിന് ഒരുപാട് ലക്കബുകളുണ്ട്. അതിൽ ഗസാലി അൽ ഹിന്ദാണ് നമുക്ക് ചോദ്യങ്ങളിലൊക്കെ വരാൻ സാധ്യതയുള്ളത്. ഇന്ത്യയുടെ ഗസാലി എന്നറിയപ്പെടുന്നത് ഷാഹ് വലിയുള്ള ദഹ്ലവിയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു ലക്കബുകൾ നോക്കാം. മുസ്നദുൽ ഹിന്ദ്, ഇമാമുൽ മുജദ്ദിദു ദഹ്ലവി, ഷെയ്ഖുൽ ഇസ്ലാം, ഹക്കീമുൽ ഉമ്മ, ഹുജ്ജത്തുൽ അനാം, അലീമുദ്ദീൻ. സിമ്പിളായ വേർഡ്സുകളാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ലക്കബുകളാണ്, അറിയപ്പെട്ട പേരുകളാണ്. ഇതിൽ ഗസാലി അൽ ഹിന്ദാണ് നിങ്ങൾ PSCക്ക് വേണ്ടിയിട്ട് നോട്ട് ചെയ്യേണ്ടത്. പിന്നെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് അവ്വലു മൻ തറജമ അൽ ഖുർആനുൽ കരീം ഇലൽ ഉറുദിയ, ആദ്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ അറബിയിൽ നിന്നും ഉറുദു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ഷാഹ് വലിയുള്ള ദഹ്ലവിയാണ്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശുദ്ധ ഖുർആൻ അറബിയിൽ നിന്നും മലയാളത്തിലേക്ക് ആദ്യമായി തർജ്ജമ ചെയ്തത് കണ്ണൂരിൽ ജനിച്ച മായിൻകുട്ടി അളയ എന്ന് പറയുന്ന ഒരു പണ്ഡിതനായിരുന്നു. കൂടെ ആഡ് ഓൺ ചെയ്തു എന്ന് മാത്രം. യസിലു നിസബിഹി ഇല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം എത്തുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. പിന്നെ ഒരു പോയിൻറ്റും കൂടെ ഇവിടെ പറയാനുള്ളത്, ഷാ അബ്ദുൽ അസീസ് എന്നൊരു സാഹിത്യകാരനുണ്ട്. ഷാ അബ്ദുൽ അസീസ്, അത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ്. ഷാ അബ്ദുൽ അസീസ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാഹിത്യകാരനാണ്. അത് ഷാഹ് വലിയുള്ള ദഹ്ലവിയുടെ മൂത്ത മകനാണ്
ഷാ അബ്ദുൽ അസീസ്. ഷാഹു വലിയുള്ള ദഹ്ലവിക്ക് 4-5 മക്കളുണ്ട്. എന്നാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് സംഭാവനകളൊക്കെ അറബി സാഹിത്യത്തിന് നൽകിയ നല്ലൊരു പണ്ഡിതനാണ് ഷാ അബ്ദുൽ അസീസ് എന്ന പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ പേര് ഒന്ന് ഓർക്കണം. ഇനി ഷാ വലിയുള്ള ദഹ്ലവിയുടെ മുഅല്ലഫാത്തുകൾ നോക്കാം. ഇവിടെ നിന്നാണ് ഒട്ടനവധി ചോദ്യങ്ങൾ എല്ലാ വർഷവും PSC ചോദിക്കുന്നത്. ലഹു അർബഈന കിതാബൻ, അദ്ദേഹത്തിന് 40 പുസ്തകങ്ങളാണുള്ളത്. അതെല്ലാം നമ്മൾ പഠിക്കേണ്ട, അതിലൊരു 10 നമ്മൾ പഠിച്ചിരിക്കണം. ഒന്നാമത്തെ പുസ്തകം നോക്കാം, ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗ. ഒട്ടനവധി തവണ പരീക്ഷയ്ക്ക് വന്നതാണ്, നമ്മൾ കുറേ കേട്ടതാണ്. ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗയുടെ വിഷയം ശരിക്കും ശരീഅത്താണ്. ശരീഅത്തിൻ്റെ ഫിലോസഫിയാണ് അതിൽ പറയുന്നത്, ഇസ്ലാമിക ശരീഅത്ത്. പല രൂപത്തിൽ ആ ഒരു വിഷയം നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഓപ്ഷനിൽ അസ്റാറു ശരീഅ എന്ന് കാണാം, ശരീഅത്തിൻ്റെ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ഉസൂലുദ്ദീൻ വ തശ്രീഉൽ ഇസ്ലാം എന്നും കാണാം, അല്ലെങ്കിൽ ഫൽസഫത്തു അത്തശ്രീഉൽ ഇസ്ലാമി എന്നും കാണാം. ഈ ഏറ്റവും അവസാനം 2024 വന്നപ്പോൾ വേറെ ഒന്നായിരുന്നു കണ്ടിരുന്നത്. ഞാനത് നോട്ട് ചെയ്തിട്ടില്ല, ആവശ്യമില്ല. എന്തായിരുന്നാലും ശരീഅത്ത്, തശ്രീഅ് എന്നൊരു വാക്ക് ഉണ്ടാകും. അതാണ് ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗയുടെ വിഷയം. ഇസ്ലാമിക നിയമങ്ങളുടെ രഹസ്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇനി വേറൊരു ഗ്രന്ഥമാണ് അൽ ഫൗസുൽ കബീർ. ഫൗസുൽ കബീറും ഈ 2024 കേട്ടറ്റിനൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്. ഫൗസുൽ കബീറിൻ്റെ വിഷയം ഉസൂലു തഫ്സീറാണ്. തഫ്സീറുകൾ എങ്ങനെയാണ് രചിക്കുക എന്നുള്ളതാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ 2 ഗ്രന്ഥമാണ് അൽ മുസവ്വയും അൽ മുസഫയും. മുസവ്വയും മുസഫയും ഇത് രണ്ടും ഇമാം മാലിക് എഴുതിയ മുവത്വ എന്ന ഹദീസ് ഗ്രന്ഥത്തിൻ്റെ ഷറഹാണ്, വിശദീകരണമായിക്കൊണ്ട് ഷാഹു വലിയുള്ള ദഹ്ലവി എഴുതിയതാണ്. മുവത്വ നമുക്കറിയാം, അബ്ബാസി കാലഘട്ടം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഹദീസിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഗ്രന്ഥമാണ് ഇമാം മാലിക്കിൻ്റെ അൽ മുവത്വ എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ വിശദീകരിച്ചുകൊണ്ടാണ് ഷാഹു വലിയുള്ള ദഹ്ലവി അൽ മുസവ്വയും അൽ മുസഫയും എഴുതിയിട്ടുള്ളത്. ഇനി ഇത് തമ്മിൽ ചെറിയ ഒരു മാറ്റമുള്ളൂ. അൽ മുസവ്വ അറബിയിലാണ് എഴുതിയതെങ്കിൽ അൽ മുസഫ എഴുതിയത് ഫാരിസിയ ഭാഷയിലാണ്, പേർഷ്യൻ ഭാഷയിലാണ്. ഇത് രണ്ടും പഠിക്കാനൊരു ട്രിക്ക് ഞാനവിടെ കൊടുത്തത്. നമ്മൾ ആലോചിക്കുക, മുവത്തൊക്കെ അദ്ദേഹം എഴുതിയ 2 പുസ്തകങ്ങൾ മുസവ്വയും മുസഫയുമാണ്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതിലേതാണ് അറബി, ഏതാണ് ഫാരിസി എന്നത് മാറിപ്പോവരുത്. മുസഫ എന്ന് പറയുമ്പോൾ അതിൽ ഫ എന്ന അക്ഷരമുണ്ട്, അത് ഫാരിസിയാണ്. ഫ എന്നുള്ള ആ ഒരു ലെറ്റർ വെച്ച് കണക്ട് ചെയ്യുക. പിന്നെ ബാക്കിയുള്ളത് മുസവയാണ്. ഭാഷകളിൽ ബാക്കിയുള്ളത് അറബി ഭാഷയാണ്. മുസവ അറബിയാണ്, മുസഫ ഫാരിസിയാണ്. ഫ എന്ന ലെറ്റർ വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. വേറെ ഒരു കൃതിയാണ് ഫത്ഹുർ റഹ്മാൻ ഫി തർജമത്തിൽ ഖുർആൻ. അത് വിശുദ്ധ ഖുർആനിൻ്റെ തർജമയാണ്, അർത്ഥമാണ് അവിടെ പറയുന്നത്. വേറെ ഒരു ഗ്രന്ഥമാണ് അത്തഫ്ഹീമാത്തുൽ ഇലാഹിയ. അതേപോലെ തന്നെ അൽ ഇർഷാദ് ഇല മഹ്മാത്തിൽ ഇസ്നാദ് എന്ന ഗ്രന്ഥവും. ആ ഒരു ഗ്രന്ഥത്തിൽ ഹദീസാണ് വിഷയം. അൽ ഇർഷാദ് ഇല മഹ്മാത്തിൽ ഇസ്നാദ് എന്ന ഗ്രന്ഥത്തിൽ ഹദീസാണ് വിഷയം. ഓരോ ഗ്രന്ഥത്തിൻ്റെയും മൗലൂകൾ, വിഷയം എന്താണ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ നന്നാവും. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് ഗ്രന്ഥങ്ങൾ കൂടെ നോക്കാം. ഖുറത്തുൽ ഐനൈൻ എന്ന ഗ്രന്ഥം അതിൻ്റെ വിഷയം താരീഖാണ്, ചരിത്രമാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുമാണ് ആ ഗ്രന്ഥത്തിൽ പറയുന്നത്. വേറൊരു ഗ്രന്ഥമാണ് അൽ ബുദൂറുൽ ബാസിയ എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അദ്ദീൻ വ തസവുഫ് അതിൻ്റെ വിഷയം. വേറൊരു ഗ്രന്ഥമാണ് ഇസാലത്തുൽ ഖിഫാ അൻ ഖിലാഫത്തുൽ ഖുലഫാ എന്ന ഗ്രന്ഥം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 2024 നടന്ന PSCക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ വിഷയം എന്താണ് എന്നുള്ളത് 2024 ചോദിച്ചു. അപ്പോൾ ഷാഹു വലിയുള്ള ദഹ്ലവിയുടെ ഗ്രന്ഥം പഠിക്കുമ്പോൾ വെറും ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗ മാത്രം പഠിച്ചാൽ പോരാ. കാലാകാലങ്ങളായിട്ട് PSC ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗ ചോദിച്ച് മടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റ് ഗ്രന്ഥങ്ങളെക്കുറിച്ചും PSC ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഇനിയുണ്ടാകും. ഇസാലത്തുൽ ഖിഫാ അൻ ഖിലാഫത്തുൽ ഖുലഫാ എന്ന ഗ്രന്ഥം. ഇതിൻ്റെ വിഷയം നിലാമുൽ സിയാസി വ നിലാമുൽ ഇജ്തിമാഇ ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ എങ്ങനെയാണ് രാഷ്ട്രീയ വ്യവസ്ഥകൾ, എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സാമൂഹിക വ്യവസ്ഥകൾ എന്തൊക്കെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ എന്നതാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. ഇനി നമുക്കത് വേഗം കിട്ടും, കാരണം ഈ ഗ്രന്ഥത്തിൻ്റെ പേര് നോക്കുമ്പോൾ തന്നെ അതിൽ അൻ ഖിലാഫത്തിൽ ഖുലഫാ, ഭരണാധികാരികളുടെ ഭരണത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്.
ആ പേര് നോക്കുമ്പോൾ തന്നെ ഓപ്ഷൻസിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ടതുണ്ടാകുമ്പോൾ നമുക്ക് കിട്ടും. വേറൊരു ഗ്രന്ഥമാണ് ദുർറുസ്സമീൻ ഫി മുബശ്ശറാത്തി അൻ നബിയുൽ അമീൻ എന്ന ഗ്രന്ഥം. വേറൊരു ഗ്രന്ഥമാണ് അൽ ഇൻസാഫ് ഫി ബയാനി അസ്ബാബിൽ ഇഖ്തിലാഫ്. അതിൻ്റെ വിഷയം ഉസൂലുൽ ഫിഖ്ഹാണ്, ഫിഖ്ഹിൻ്റെ അടിസ്ഥാനമാണ്. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, മദ്ഹബിൻ്റെ ഇമാമീങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫ, പിന്നെ ഇമാം ഹംബൽ, ഇങ്ങനത്തെ മദ്ഹബിൻ്റെ ഇമാമീങ്ങളുണ്ടല്ലോ, അവർക്ക് തമ്മിൽ എങ്ങനെ, അവർക്കിടയിൽ എങ്ങനെ ഇഖ്തിലാഫ് വന്നു, അവരുടെ മദ്ഹബുകളിൽ എങ്ങനെ പിന്നെ ഇഖ്തിലാഫ് വന്നു, ഡിഫറൻസ് എങ്ങനെ വന്നു, ഓരോ വിധിയിലും എങ്ങനെ വ്യത്യാസം വന്നു, അതിനെങ്ങനെയാണ് നേരിടേണ്ടത്, അതെങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന വ്യക്തമായ ഒരു ധാരണയാണ് ഈ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതേപോലെ ഇനി 2 ഗ്രന്ഥം കൂടെ ഒന്ന് നോക്കാം. അസ്സഹ്റാവൈനി, സഹ്റാവൈനി പിന്നെ തഫ്സീറാണ് അതിൻ്റെ വിഷയം. സഹ്റാവൈനി എന്ന് പറയുമ്പോൾ പിന്നെ ആലുംറാനും ബക്കറയുമാണ് അതിൻ്റെ തഫ്സീറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അൽ അർബഈൻ എന്ന ഗ്രന്ഥം അദ്ദേഹം ഹദീസ് വിഷയത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. ഹദീസുകളാണ് അൽ അർബഈൻ എന്ന ഗ്രന്ഥത്തിലുള്ളത്. അപ്പോൾ ഷാഹു വലിയുല്ലാ ദഹ്ലവിയുടെ ഗ്രന്ഥങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗയാണ്. പിന്നീട് ചോദ്യങ്ങളിൽ കണ്ടതാണ് ഫൗസുൽ കബീറും മുസഫയും അതേപോലെ തന്നെ ഇസാലത്തുൽ ഖിഫാ എന്ന ഗ്രന്ഥവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ 2ാമത്തെ ആളിലേക്ക് പോവുകയാണ്. ഗുലാം അലി ആസാദ് ബൽഗറാമി. ഒട്ടനവധി തവണ ചോദ്യങ്ങളിൽ വന്നിട്ടുള്ള ഒരാളാണ്. ഹുവ മുഅർരിഖുൻ വ ഷാഇറുൻ, ചരിത്രകാരനാണ്, കവിയും കൂടിയാണ്. വലിദ ഫി ബൽഗറാം, അദ്ദേഹം ജനിച്ചത് 1704 ഉത്തർപ്രദേശിലെ ബൽഗറാം എന്ന സ്ഥലത്താണ്. അദ്ദേഹം മരണപ്പെട്ടത് 1786 ഔറംഗാബാദ് എന്ന സ്ഥലത്താണ്. പൊതുവെ ഇൻഡോ അറബിലെ ആളുകൾ പിന്നെ 1700-ലും 1800-ലും 1900-ന്റെ തുടക്കത്തിലുമൊക്കെ ജനിച്ചു മരിച്ച ആളുകളുടെ വർഷങ്ങൾ ചോദിക്കാറില്ല. നേരെ മറിച്ച് 1998-ലോ 2000 അങ്ങനത്തെ വർഷങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ. ഏറ്റവും റീസെൻ്റായ വർഷങ്ങൾ മാത്രമാണ് ഇൻഡോ അറബിൽ നമുക്ക് ആവശ്യമുള്ളൂ. ഗുലാം അലി ആസാദ് ബൽഗറാമിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അദ്ദേഹത്തിൻ്റെ ലഖബാണ് ഹസ്സാനുൽ ഹിന്ദ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഇന്ത്യയുടെ ഹസ്സാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. നമുക്കറിയാം ഹസ്സാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് മദ്ഹ് ചെയ്ത ഒരു കവിയാണ് ഹസ്സാൻ റളിയല്ലാഹു അൻഹു. ഷാഇറുൻ നബി, ഷാഇറുർ റസൂൽ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെട്ടു. അപ്പോൾ ഹസ്സാനിൻ്റെ പേരിലാണ് നമ്മളുടെ ഗുലാം അലി ആസാദ് ബൽഗറാമി അറിയപ്പെടുന്നത്. കാരണം ബൽഗറാമിക്ക് മദ്ഹ് റസൂൽ ഒരുപാടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായിട്ട് മദ്ഹ് ചെയ്ത കവിതകളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹസ്സാനുൽ ഹിന്ദ്, ഇന്ത്യയുടെ ഹസ്സാൻ എന്ന് വിളിച്ചത്. ഒട്ടനവധി തവണ റിപ്പീറ്റഡ് വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. 2024 എൽപിക്ക് പോലും റിപ്പീറ്റഡായിട്ട് വന്ന ചോദ്യമാണ് ഹസ്സാനുൽ ഹിന്ദ്. പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. ഇതേപോലെ തന്നെ കേരളത്തിനുമുണ്ട് ഒരു ഹസ്സാൻ. നമുക്കറിയാം മലബാറിൻ്റെ ഹസ്സാൻ എന്ന് അറിയപ്പെടുന്നത് ഉമർ ഖാദി അൽ ബലങ്കൂത്തിയാണ്. അതിൻ്റെ കൂടെ നമ്മളത് ഓർത്ത് വെക്കുക, മാറിപ്പോവരുത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്തുകൾ നോക്കാം. ഗുലാം അലി ആസാദ് ബൽഗറാമിയുടെ മുഅല്ലഫാത്തുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. സബഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ എന്ന ഗ്രന്ഥമാണ്. സബഹത്തുൽ മർജാൻ ഗ്രന്ഥങ്ങളെ പറ്റി പഠിക്കണം എന്ന ഭാഗത്ത് കൊടുത്ത ഒരു ഗ്രന്ഥമാണ് സബഹത്തുൽ മർജാൻ. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. സബഹത്തുൽ മർജാനിൻ്റെ വിഷയം ഹൗലൽ ഹിന്ദ് വമാ ഫിഹ, ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലുള്ളതിനെക്കുറിച്ചുമാണ് സബഹത്തുൽ മർജാനിൽ പറയുന്നത്. ഇതേ വാക്കാണ് നമ്മളുടെ HSA 2024 2 മുമ്പ് നടന്ന എക്സാമിൽ ഉപയോഗിച്ചത്. ഇതേ വാക്കാണ്. ഹൗലൽ ഹിന്ദ് വമാ ഫിഹ എന്ന വിഷയത്തിൽ വന്ന ഗ്രന്ഥം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അത് സബഹത്തുൽ മർജാനാണ് അതിൻ്റെ ഉത്തരം. അല്ലെങ്കിൽ നമുക്ക് മുൻ വർഷങ്ങളിലൊക്കെ PSCക്ക് സബഹത്തുൽ മർജാൻ്റെ വിഷയം ചോദിച്ചപ്പോൾ ഉത്തരമായി വന്നത് അത്താരീഖ്, ചരിത്രം എന്നതായിരുന്നു. രണ്ടും ശരിയാണ്. ഈ ഗ്രന്ഥത്തിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യയുമായി ഇസ്ലാമിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. മക്കാനുൽ ഹിന്ദ് ഫിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നുള്ളത് ഗവേഷണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ പിന്നെ കുറേ യാഥാർത്ഥ്യങ്ങളും പിന്നെ അദ്ദേഹത്തിൻ്റെ അനുമാനങ്ങളും ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹുബൂത്തു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിന്നെ അദ്ദേഹത്തെ ആദം നബിയെ പിന്നെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുമ്പോൾ അദ്ദേഹം കാലുകുത്തുന്നത് ശ്രീലങ്കയുടെ ഒരു ഭാഗത്തേക്കാണ്. ആ ശ്രീലങ്കയിൽ നിന്നും അദ്ദേഹം ഹവ്വ ബീവിയുടെ അടുത്തേക്ക് പോയത്
ഇന്ത്യയിലൂടെയാണ്, ആദം നബി ഇന്ത്യയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ള രൂപത്തിലുള്ള ചരിത്രങ്ങളൊക്കെ പിന്നെ അദ്ദേഹം ഗുലാം അലി ആസാദ് ബൽഗറാമി സബഹത്തുൽ മർജാനിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സബഹത്തുൽ മർജാനെ കുറിച്ചാണ് അവ്വലു കിതാബുൻ ഫി തറാജീമി അൽ ഉലമാ ഉൽ ഹിന്ദ്, ഇന്ത്യയിലെ പണ്ഡിതന്മാരുടെ ജീവചരിത്രം വന്നിട്ടുള്ള ആദ്യത്തെ ഗ്രന്ഥം സബഹത്തുൽ മർജാനാണ് എന്നൊരു പോയിൻ്റ് നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു ഗ്രന്ഥങ്ങൾ നോക്കാം. മിർആത്തുൽ ജമാൽ. മിർആത്തുൽ ജമാൽ അദ്ദേഹത്തിൻ്റെ ഖസീദയാണ്, കവിതാ സമാഹാരമാണ്. പിന്നെ അതിൽ ഇഷ്കിനെ കുറിച്ചും ഉഷാക്കിനെ കുറിച്ചുമാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പ്രണയത്തെക്കുറിച്ചും പിന്നെ അതേപോലെ തന്നെ സ്നേഹിക്കുന്ന ആളുകളെക്കുറിച്ചുമാണ് അതിൽ പറയുന്നത്. വേറെ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളാണ് ലാമിയത്തുൽ മഷ്രിഖ്, അസ്സബഉ സയ്യാറ, ഷജറത്തുൻ തുയ്യിബ, ഗുസ്ലാനുൽ ഹിന്ദ്. ഈ 4 അത്ര പ്രധാനപ്പെട്ടതല്ല. ആദ്യം പറഞ്ഞ 2 കുറച്ചും കൂടെ പ്രധാനപ്പെട്ടത്. അതിൽ സബഹത്തുൽ മർജാൻ എന്തായാലും ചോദ്യങ്ങളിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക. ഇനി 3ാമത്തെ ആളിലേക്ക് പോവുകയാണ്. 6 ആളുകളെയാണ് പഠിക്കാനുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ 3ാമത്തെ ആൾ അബ്ദുൽ ഹയ്യുൽ ഹസനി. അബ്ദുൽ ഹയ്യുൽ ഹസനിയെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ചോദ്യപേപ്പറും ഇന്നേ വരെ PSCയിൽ കണ്ടിട്ടില്ല. എല്ലാ PSC പേപ്പറിലും ഇൻകേസ് ഷാഹു വലിയുള്ള ദഹ്ലവിയെ ഒഴിവാക്കിയാലും ഗുലാം അലി ആസാദ് ബൽഗറാമിയെ ഒഴിവാക്കിയാലും അബ്ദുൽ ഹയ്യുൽ ഹസനിയെ ഒഴിവാക്കാറില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പുസ്തകങ്ങളെ കണക്ക് നോക്കുമ്പോൾ, പുസ്തകങ്ങൾ എഴുതിയ സംഭാവനകളെ വെച്ച് നോക്കുമ്പോൾ അബ്ദുൽ ഹയ്യുൽ ഹസനി നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആലിമുൻ ഇസ്ലാമിയുൻ വ മുഫക്കിറുൻ വ മുഅർറിഖുൻ വ തൊബീബുൻ. അദ്ദേഹം ഇസ്ലാമിക പണ്ഡിതനാണ്. മുഫക്കിറുൻ, അദ്ദേഹം ഒരു ചിന്തകനാണ്, ചരിത്രകാരനാണ്. തൊബീബുൻ, അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറും കൂടിയാണ്. അദ്ദേഹം 1869 ജനിക്കുന്നത് ഉത്തർപ്രദേശിലെ റായി ബറീലി എന്ന് പറയുന്ന സ്ഥലത്ത്. ഗാന്ധിജിയും 1869 ജനിച്ചത് എന്ന ഒരു പോയിൻറ്റും കൂടെ നിങ്ങൾ ഈ സമയത്ത് ഓർക്കുക. 1924 അബ്ദുൽ ഹയ്യുൽ ഹസനി മരണപ്പെട്ടു പോകുന്നുണ്ട്. അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ ഒരു ലഖബാണ് ഇബ്നു ഖലീഖാനുൽ ഹിന്ദ്. ഇന്ത്യയുടെ ഇബ്നു ഖലീഖാൻ എന്നറിയപ്പെട്ടത് അബ്ദുൽ ഹയ്യുൽ ഹസനിയാണ്. ഈ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ PSC ഇതുവരെ ഈ ഒരു പോയിൻ്റൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി ചോദ്യങ്ങളിൽ ഉൾപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇനി അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുത്രനാണ്, മകനാണ് അബുൽ ഹസൻ അലി ഹസൻ അന്നദ്വി എന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ അടുത്തത് പഠിക്കാനുള്ള ഒരാളാണ് അബുൽ ഹസൻ നദ്വി. വലിയ ഇസ്ലാമിക പണ്ഡിതനാണ് അബുൽ ഹസൻ നദ്വി. ആ അബുൽ ഹസൻ നദ്വിയുടെ ഉപ്പയാണ് അബ്ദുൽ ഹയ്യുൽ ഹസനി എന്നുള്ളൊരു പോയിൻ്റ് ഈ സമയത്ത് നിങ്ങൾ ഓർക്കുക. ഇനി അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ മുഅല്ലഫാത്തുകൾ നോക്കാം. ഇവിടെ നിന്ന് ഒട്ടനവധി ചോദ്യങ്ങൾ വരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്തുകൾ, പിന്നെ കൃതികളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം എന്ന് PSCയുടെ സിലബസിൽ അവസാനം കൊടുത്തിട്ടുണ്ട്. പുസ്തകങ്ങളെക്കുറിച്ച് പഠിക്കണമെന്ന് അവിടെ കൊടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ് അന്നുസ്ഹത്തുൽ ഖവാത്തിർ എന്ന ഗ്രന്ഥം. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ കുറച്ച് ഡീപ്പായിട്ട് ആ ഗ്രന്ഥത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. നുസ്ഹത്തുൽ ഖവാത്തിറിനെ കുറിച്ച് ഞാൻ കണ്ട ഒരു ചോദ്യമാണ് നുസ്ഹത്തുൽ ഖവാത്തിറിൻ്റെ മറ്റൊരു പേര് എന്താണ് എന്നുള്ളത്. അത് അൽ ഇഅലാം ബിമൻ ഫി താരീഖിൽ ഹിന്ദി മിനൽ അഅലാം എന്നതാണ്. ഞാൻ RR എന്നിട്ടത് റിപ്പീറ്റഡ് ആൻഡ് റിപ്പീറ്റഡ് എന്നൊരർത്ഥം കൊണ്ടാണ് R എന്ന ലെറ്റർ ഇട്ടത്. ഈ നുസ്ഹത്തുൽ ഖവാത്തിറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കണ്ട ചോദ്യമാണ് അതിൻ്റെ മറ്റൊരു പേര് എന്താണ് എന്നുള്ളത്. ഇങ്ങനെ ചോദ്യം വരുന്ന സമയത്ത് ഇഅലാം ബിമൻ ഫി താരീഖിൽ ഹിന്ദി മിനൽ അഅലാം, ഈ ഒരു പേര് ഓപ്ഷൻസിൽ 4 ഓപ്ഷൻസിലും ഈ പേരുണ്ടാവും. പക്ഷെ അതിലെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ് കൊടുക്കുക. കാരണം അങ്ങനത്തെ ഒരു പേരാണിത്. അതുകൊണ്ട് ഇത് ബൈഹേർട്ടായിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. അതിൻ്റെ മറ്റൊരു പേര് നുസ്ഹത്തുൽ ഖവാത്തിർ എന്ന ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പേര്. ഇനി ഞാനിവിടെ വിട്ടുപോയ ഒരു പോയിൻ്റ് ഉണ്ട്, അത് നിങ്ങളൊന്ന് പിന്നെ റെഫർ ചെയ്ത് എഴുതണം. നുസ്ഹത്തുൽ ഖവാത്തിർ എന്ന ഗ്രന്ഥത്തിൻ്റെ പിന്നെ മുഴുവൻ പേര് അത് ചോദിച്ചിട്ടുണ്ട്. അന്നുസ്ഹത്തുൽ ഖവാത്തിർ വ ബഹ്ജത്തുൽ മസാമിഹ് എന്നതാണ് അതിൻ്റെ മുഴുവൻ പേര്. വ ബഹ്ജത്തുൽ മസാമിഹ് എന്നുള്ളത് അത് നിങ്ങളൊന്ന് റെഫർ ചെയ്ത് എഴുതാമെന്ന് ഞാൻ പറയാൻ കാരണം അതിൻ്റെ സ്പെല്ലിങ്ങും ടെക്സ്റ്റും ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഒന്ന് ഗൂഗിൾ അടിക്കുക നുസ്ഹത്തുൽ ഖവാത്തിർ എന്നത്, എന്നിട്ട് ഒന്ന് റെഫർ ചെയ്ത് അതിൻ്റെ മുഴുവൻ പേര് എഴുതണം. എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയതാണ്. ഈ വീഡിയോ ചെയ്തപ്പോഴാണ് അത് ഞാൻ പിന്നെ ഓർക്കുന്നത്. ഇതിനി പോസ്റ്റ് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ ഒന്നാമത്തേത് നുസ്ഹത്തുൽ ഖവാത്തിറിൻ്റെ മുഴുവൻ പേര്, രണ്ടാമത്തേത് നുസ്ഹത്തുൽ ഖവാത്തിറിൻ്റെ മറ്റൊരു പേര്.
ഇനി മൂന്നാമതൊരു ചോദ്യം നമ്മൾ കാണുന്നത് നുസ്ഹത്തുൽ ഖവാത്തിർ എഴുതിയത് ആരാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അബ്ദുൽ ഹയ്യുൽ ഹസനിയാണ്. ഇനി നുസ്ഹത്തുൽ ഖവാത്തിറിൻ്റെ വിഷയം എന്താണ് എന്നൊരു ചോദ്യം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ താരീഖ് എന്ന് പറയാം, ചരിത്രമാണ് എന്ന് പറയാം. അതല്ല എങ്കിൽ തറാജീമു ഉലമാ ഉൽ ഹിന്ദ്, ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതിയത്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങളായ പണ്ഡിതന്മാർ, മുസ്ലിങ്ങളായിട്ടുള്ള പ്രസിദ്ധരായ എല്ലാ ആളുകളുടെയും ജീവചരിത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 30 വർഷമാണ് അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതാൻ എടുത്തത്. ഈ ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുന്ന കാലയളവിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. ഈ ഗ്രന്ഥത്തിൻ്റെ അവസാനത്തെ ഭാഗം പൂർത്തിയാക്കിയത് ഇദ്ദേഹത്തിൻ്റെ മകനായ അബുൽ ഹസൻ നദ്വിയാണ്. ഇതിൽ അദ്ദേഹം 4500ഓളം ഉലമാക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫേമസ് ആയ ആളുകളെക്കുറിച്ചാണ് ഇതിൽ അദ്ദേഹം പറയുന്നത് എന്ന്. അങ്ങനത്തെ 4500ഓളം മുസ്ലിമീങ്ങളായ പ്രസിദ്ധരായ ആളുകളുടെ ജീവചരിത്രം ഇതിലുണ്ട്. 8 ജുസുകളാണ്, 8 ഭാഗങ്ങളാണ് നുസ്ഹത്തുൽ ഖവാത്തിറിനുള്ളത്. 8ാമത്തെ ഭാഗം പൂർത്തിയാക്കിയത് തൻ്റെ മകനായ അബുൽ ഹസൻ നദ്വിയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഗ്രന്ഥം നോക്കാം. അസ്സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ഇസ്ലാമിക സംസ്കാരത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതിന് മറ്റൊരു പേരുമുണ്ട്, അതും ചോദിക്കാറുണ്ട്. അൽ മആരിഫുൽ അവാരിഫ് ഫി അൻവാഇൽ ഉലൂം വൽ മആരിഫ് എന്നതാണ് അതിൻ്റെ മറ്റൊരു പേര്. ഇതും പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 2 ഗ്രന്ഥങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 3ാമത്തെ ഗ്രന്ഥം അൽ ഹിന്ദ് ഫി അഹദുൽ ഇസ്ലാമി, ഈ ഒരു ഗ്രന്ഥം ചരിത്രമാണ് ഇതിൽ പറയുന്നത്. ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ വരുമ്പോൾ അന്നുണ്ടായിരുന്ന ഇന്ത്യയുടെ അവസ്ഥകളാണ് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയ ഗ്രന്ഥമാണ്, ചോദ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇനി 4ാമത്തേത് തൽഖീസുൽ അഖ്ബാർ, അതിൻ്റെ വിഷയം അഖ്ലാഖാണ്, സ്വഭാവ മര്യാദകളെക്കുറിച്ചാണ് പറയുന്നത്. 5ാമത്തേത് തഹ്ദീബുൽ അഖ്ലാഖ്, അതിൻ്റെ വിഷയം ഹദീസുകളാണ് അതിലുള്ളത്. ഈ 5 ഗ്രന്ഥങ്ങളിൽ 5ഉം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആദ്യത്തെ 3 നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി നമ്മൾ 4ാമത്തെ ആളിലേക്ക് പോവുകയാണ്. അബുൽ ഹസൻ അലി ഹസൻ അന്നദ്വിയെക്കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. നമ്മൾക്കൊക്കെ അറിയുന്ന കുറച്ചും കൂടെ പോപ്പുലറായിട്ടുള്ള, കുറച്ചും കൂടെ ഫേമസ് ആയിട്ടുള്ള പണ്ഡിതനാണ് അബുൽ ഹസൻ നദ്വി. അദ്ദേഹം 1999 ഈ അടുത്ത് മരണപ്പെട്ടു പോയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം, അദ്ദേഹം മരിച്ചത് ഏതൊരു വർഷമാണ് എന്നുള്ളത് കേട്ടത്തിനൊക്കെ 1-2 തവണ ചോദിച്ചതാണ്. ആരാണ് അബുൽ ഹസൻ നദ്വി? ഹുവ മുഫക്കിറുൻ വആലിമുൻ ഇസ്ലാമിയുൻ, അദ്ദേഹം ചിന്തകനാണ്, ഇസ്ലാമിക പണ്ഡിതനാണ്. അദ്ദേഹം ജനിച്ചത് 1914 ഉത്തർപ്രദേശിലെ റായി ബരീലി എന്ന സ്ഥലത്താണ്. മരണപ്പെട്ടു പോയത് 1999 അത് ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ്. അബൂഹു അബ്ദുൽ ഹയ്യുൽ ഹസനി, നമ്മൾ നേരത്തെ പഠിച്ച വലിയ പണ്ഡിതനാണ് അബ്ദുൽ ഹയ്യുൽ ഹസനി. അബ്ദുൽ ഹയ്യുൽ ഹസനിയാണ് അദ്ദേഹത്തിൻ്റെ വാപ്പ. ലുഖീബ അലി മിയാൻ, നമ്മൾ അബുൽ ഹസൻ നദ്വിക്ക് ഒരു ഓമന പേരുണ്ട്, അത് അലി മിയാൻ എന്നതാണ്. ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും കേട്ടത്തിന് നിരന്തരം ചോദിച്ചൊരു പോയിൻ്റാണ്, നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നോക്കാം കുറച്ചധികം പോയിന്റുകൾ അബുൽ ഹസൻ നദ്വിയെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അവലു റജുലുൻ ഹിന്ദിയുൻ ഹസല അല ജായിസതി അൽ മലിക് ഫൈസൽ, അദ്ദേഹത്തിന് കിങ് ഫൈസൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. കിങ് ഫൈസൽ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ അദ്ദേഹമാണ്. 1980 ആ അവാർഡ് കിട്ടിയത്. അതിനു മുമ്പ് അബുൽ അല മൗദൂദിക്ക് ആ അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ മൗദൂദിയെ പൂർണ്ണമായും ഇന്ത്യക്കാരനായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം നമുക്ക്. വേറെ 1-2 അവാർഡുകൾ അബുൽ ഹസൻ നദ്വിക്ക് കിട്ടിയത്. ജായിസത്തു അഷ്ശഖ്സിയത്തുൽ ഇസ്ലാമിയ 1998. ഇനി 1999 ജായിസത്തു അസ്സുൽത്താൻ ഹസൻ ബൽഖിയ അൽ ആലമിയ. അങ്ങനെ 3 അവാർഡുകൾ, തൻ്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ 3 അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. തൂഫിയ അബൂഹു വഹുവ താസി അമിൻ ഉംരിഹി, അദ്ദേഹത്തിൻ്റെ ഉപ്പ അബുൽ ഹസൻ നദ്വിയുടെ ഉപ്പ മരണപ്പെട്ടു പോകുന്നത് അബുൽ ഹസൻ നദ്വിക്ക് 9 വയസ്സുള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഉപ്പ മരണപ്പെട്ടു പോകുന്നത്. അബുൽ ഹസൻ നദ്വി മരണപ്പെട്ടു പോകുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. യൗമുൽ ജുമഅയുടെ അന്ന് പള്ളിയിൽ കയറി അദ്ദേഹം സൂറത്തു യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അബുൽ ഹസൻ നദ്വി 1999 മരണപ്പെട്ടു പോകുന്നത് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഹസല അലാ ഷഹാദതി അദ്ദക്തൂറ മിൻ ജാമിയത്തി കശ്മീർ, അബുൽ ഹസൻ നദ്വിക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കശ്മീർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടറേറ്റ് കിട്ടിയത്.
അബുൽ ഹസൻ നദ്വിയുടെ മുഅല്ലഫാത്തുകൾ, കൃതികൾ നോക്കാം നമുക്ക്. അദ്ദേഹത്തിന് ഒട്ടനവധി കൃതികളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ചോദിക്കാൻ സാധ്യതയുള്ള കൃതികളാണ് ഞാൻ യെല്ലോയിൽ മെൻഷൻ ചെയ്തത്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഒന്ന്, മാദാ ഖസിറൽ ആലം ബി ഇൻഹിത്തോത്തിൽ മുസ്ലിമീൻ, വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ വിഷയം ചരിത്രമാണ്, താരീഖാണ്. മറ്റൊന്ന് ഖസസുൻ നബിയീൻ, പ്രവാചക കഥകളാണ് അതിൽ പറയുന്നത്, ചരിത്രമാണ് അതിൻ്റെ വിഷയം. കുട്ടികൾക്ക് പറ്റിയ രൂപത്തിലാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. റിജാലുൽ ഫിക്ർ വദ്ദഅവത്ത് ഫിൽ ഇസ്ലാം, റിജാലുൽ ഫിക്ർ വദ്ദഅവത്ത് ഫിൽ ഇസ്ലാം എന്ന പുസ്തകം ഇമ്പോർട്ടൻ്റ് ആണ്. അത് പുസ്തകങ്ങളെപ്പറ്റി പഠിക്കാൻ പറഞ്ഞ ഭാഗത്ത് കൊടുത്ത ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം കുറേ ക്ലാസ്സുകൾ ഡമസ്കസ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം എടുത്തിട്ടുണ്ട്. മുഹാദറാത്തുഹു ഫി ജാമിയത്ത് ദിമഷ്ക്, ഡമസ്കസ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പോയി എടുത്തിട്ടുള്ള ലെക്ചറർ ക്ലാസ്സുകളാണ് പിന്നീട് റിജാലുൽ ഫിക്ർ വദ്ദഅവത്ത് ഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ പിന്നീട് വന്നിട്ടുള്ളത്. ഇസ്ലാമിക ദഅവത്തിനെ കുറിച്ചും ചരിത്രത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത്. വേറൊരു ഗ്രന്ഥമാണ് അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്ന ഗ്രന്ഥം, 4ാമത്തെ ഗ്രന്ഥം. ഇനി കുറച്ച് അധികം ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ഇൻ കേസ് നമുക്ക് താഴെ കൊടുത്തവയിൽ അബുൽ ഹസൻ നദ്വിയുടേത് അല്ലാത്തത് ഏതാണ് എന്ന രൂപത്തിലൊക്കെ ചോദ്യം വന്നാൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്വരീഖ് ഇലൽ മദീന, അൽ ഖിറാഅത്തുർ റാഷിദ, നഹ്വ തർബിയ അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിൽ എടുത്ത അദ്ദേഹത്തിൻ്റെ ലെക്ചർ ക്ലാസ്സുകളാണ്. അൽ അറബ് വൽ ഇസ്ലാം, അൽ അർക്കാനുൽ അർബഅ, അൽ ഖാദിയാനി വൽ ഖാദിയാനിയ, അൽ മുർത്തദ, സീറത്തുൻ നബവിയ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. നമുക്ക് ഒന്ന് ഓർത്ത് വെക്കാം. കുറേ ഗ്രന്ഥങ്ങളുണ്ട്, പേടിക്കേണ്ടതില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ചോദ്യങ്ങളിൽ റിപ്പീറ്റഡായി വന്നത് ആ യെല്ലോയിൽ കൊടുത്തതാണ്. അത് ആദ്യം പഠിക്കുക, അതിനുശേഷം ഇതൊക്കെ ഒന്ന് വായിച്ച് വെക്കുക. ഇൻ കേസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ ഓർമ്മയിൽ വരുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഉൾപ്പെടുത്തിയത്. ഇനി നമ്മൾ 5ാമത്തെ ആളിലേക്ക് പോവുകയാണ്. 6 ആളുകളെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 5ാമത്തെ ആളാണ് അൻവർ ഷാ കശ്മീരി എന്നുള്ള ഈ ഒരു സാഹിത്യകാരൻ. അൻവർ ഷാ കശ്മീരി സിലബസിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഇതിൽ അൻവർ ഷാ കശ്മീരിയിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ അത് റയർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്ന് കരുതാറുണ്ട്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മൾ സാധാരണയായി കൂടുതൽ പഠിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ ഷാഹു വലിയുള്ള ദഹ്ലവിയും ഗുലാം അലി ആസാദ് ബൽഗറാമിയും അബ്ദുൽ ഹയ്യുൽ ഹസനിയും അബുൽ ഹസൻ നദ്വിയെയും നമ്മൾ നല്ലോണം പഠിച്ചിട്ടുണ്ട്. 5-6 വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ PSC ക്ലാസ്സുകളിലൂടെയും അല്ലാതെയും പഠിക്കുന്നുണ്ട്. അൻവർ ഷാ കശ്മീരിയും അബ്ദുൽ ഹക്ക് ദഹ്ലവിയും, ഈ 2 ആളുകളെ നമ്മൾ തീരെ പഠിച്ചിട്ടില്ല. യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് അൻവർ ഷാ കാശ്മീരിയെ പറ്റിയും അബ്ദുൽ ഹക്ക് ദഹ്ലവിയെ പറ്റിയും ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മളത് റയറായിട്ടുള്ള ചോദ്യങ്ങളാണ് എന്ന് നമുക്ക് തോന്നുന്നത്. PSCയെ സംബന്ധിച്ചിടത്തോളം ഈ 6 ആളുകളും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 6 ആളുകളിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അൻവർ ഷാ കാശ്മീരിയെക്കുറിച്ച് ആദ്യത്തെ ഈ പേജിൽ പറയുന്നതൊന്നും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകളല്ല. നോക്കാം. 1875 ജനിച്ചു, 1934 മരിച്ചു. അദ്ദേഹം ജനിച്ചത് കശ്മീരിലാണ്, മരണപ്പെട്ടു പോയത് ന്യൂഡൽഹിയിലാണ്. അദ്ദേഹം ഷായിറാണ്, കവിയാണ്, ഫിഖ് പണ്ഡിതനാണ്, മുഹദ്ദിസുൻ, ഹദീസ് പണ്ഡിതനാണ്. ദറസഫി ദാറുൽ ഉലൂം ദിയൂബന്ദ്, അദ്ദേഹം ദാറുൽ ഉലൂം ദിയൂബന്ദ് എന്ന സ്ഥാപനത്തിൽ പഠിക്കുകയും അവിടെ തന്നെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ലഹു അലാഖത്തുൻ അമീഖത്തുൻ മഅ മുഹമ്മദ് ഇഖ്ബാൽ, അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ എന്ന സ്വതന്ത്ര സമര സേനാനിയും കവിയുമാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. അല്ലാമ മുഹമ്മദ് ഇഖ്ബാലുമായിട്ട് അദ്ദേഹത്തിന് നല്ല ഒരു ബന്ധമുണ്ടായിരുന്നു. അസ്സസ മദ്രസത്തുൽ അമീനിയ ഫി ഡൽഹി, അദ്ദേഹം ഡൽഹിയിൽ അൽ മദ്രസത്തുൽ അമീനിയ എന്നൊരു സ്കൂൾ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്തുകൾ നോക്കാം നമുക്ക്. ഞാനിവിടെ റെഡിൽ മെൻഷൻ ചെയ്യാനൊക്കെ വിട്ടുപോയതാണ്, അപ്പോൾ ഞാനത് പറയാം. അദ്ദേഹത്തിൻ്റെ ഇത്രയും മുഅല്ലഫാത്തുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 6 എണ്ണമുണ്ട്. നമ്മൾ കൃത്യമായി ഇതൊന്ന് പഠിച്ചു വെക്കണം. ഖസീദത്ത് ഫി മദ്ഹുർ റസൂൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഖസീദ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ദറബുൽ ഖാത്തിം അലാ ഹുദൂസിൽ ആലം എന്ന ഒരു ഖസീദ അദ്ദേഹത്തിനുണ്ട്. 400ഓളം വരികളുള്ള ഒരു വലിയ ഖസീദയാണ് ആ ഖസീദ. മുഷ്കിലാത്തുൽ ഖുർആൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. മുമ്പ് PSCക്ക് വന്നിട്ടില്ല, എന്നാലും വരാൻ സാധ്യതയുണ്ട്. ഫൈലുൽ ബാരി മുമ്പ് PSCക്ക് വന്നതാണ്. ഫൈലുൽ ബാരി എന്ന ഗ്രന്ഥം അത് ഞാൻ മുമ്പ് PYQ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ഫൈലുൽ ബാരി PSCക്ക് ചോദിച്ചത് അതിൻ്റെ വിഷയം എന്തായിരുന്നു എന്നുള്ളതാണ്.
വിഷയം ഹദീസാണ് അതിൻ്റെ വിഷയം. അത് സ്വഹീഹുൽ ബുഖാരി എന്ന മഹത്തായ ഗ്രന്ഥമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയെ വിശദീകരിച്ചു കൊണ്ടാണ്, സ്വഹീഹുൽ ബുഖാരിക്ക് ഒരു ഷറഹായിക്കൊണ്ടാണ് അദ്ദേഹം ഫൈലുൽ ബാരി എഴുതിയിട്ടുള്ളത്. ഇനി വേറൊരു ഗ്രന്ഥമാണ് തഅലീഖാത്ത് അലാ ഫത്ഹുൽ ഖദീർ. ഇതും മുമ്പ് PSC ചോദിച്ച ഗ്രന്ഥമാണ്. അഖീദത്തുൽ ഇസ്ലാം ഫി ഹയാത്തി ഈസ എന്നത് മുമ്പ് PYQൽ വന്നതാണ്, PSC ചോദിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് മുഷ്കിലാത്തുൽ ഖുർആൻ, ഫൈദുൽ ബാരി, തഅലീഖാത്ത് അലാ ഫത്ഹുൽ ഖദീർ, അഖീദത്തുൽ ഇസ്ലാം ഫി ഹയാത്തി ഈസ, ഈ 4 ഗ്രന്ഥങ്ങൾ PSC ചോദിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെല്ലാവരും പഠിക്കണം. പിന്നെ ഒരു ഗ്രന്ഥം കൂടെ നോക്കുക, ഇക്ഫാറുൽ മുലഹിദീൻ ഫി ളുറൂറിയത്തുദ്ദീൻ എന്നത് പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഞാൻ വായിക്കുന്ന സമയത്ത് അക്ഷരത്തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം എൻ്റെ സ്ക്രീനിൽ ഇത് മുഴുവനും ശരിക്കും കാണുന്നില്ല. സ്ക്രീനിൽ അവിടെ ഒരു വര വീണതുകൊണ്ട് ശരിക്കും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ 6 ഗ്രന്ഥങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മുഷ്കിലാത്തുൽ ഖുർആൻ, ഫൈദുൽ ബാരി, തഅലീഖാത്ത്, അഖീദത്തുൽ ഇസ്ലാം, ഈ 4 ഗ്രന്ഥങ്ങൾ മുമ്പ് PSC ചോദിച്ചതാണ് എന്ന ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണണം. ഇനി നമുക്ക് 6ാമത്തെ ആളിലേക്ക് പോവാം, അബ്ദുൽ ഹക്ക് ദഹ്ലവി. 6ാമത്തെ ആളെന്ന് പറയുമ്പോൾ PSCക്കാർ അത്യാവശ്യമുള്ളവർ ഇവിടം വരെ പഠിച്ചാൽ മതി. കേട്ടറ്റുകാരാണെങ്കിൽ ഇനിയും കൂടുതൽ ഉള്ള കാര്യങ്ങൾ നോക്കണം. എക്സ്ട്രാസിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ നോക്കണം. അബ്ദുൽ ഹക്ക് ദഹ്ലവി സത്യം പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട ആളാണ്. കാരണം അദ്ദേഹമാണ് ഇൻഡോ അറബിൽ ആദ്യം വന്ന ആൾ, ഏറ്റവും ആദ്യം ജനിച്ചിട്ടുള്ള ഒരാൾ അദ്ദേഹമാണ്. 1552 ജനിച്ച് 1642 അദ്ദേഹം മരണപ്പെട്ടു പോയി. ഉലിദ ഫി ദൽഹി വ തൂഫിയ ഫിഹ, ഡൽഹിയിലാണ് ജനിച്ചതും ജീവിച്ചതും മരിച്ചതുമൊക്കെ. അദ്ദേഹം ഹുവ മുഹദ്ദീസുൻ വ ആലിമുൻ ഇസ്ലാമിയുൻ വ അദീബുൻ ഹിന്ദിയുൻ. അദ്ദേഹം ഹദീസ് പണ്ഡിതനാണ്, ഇസ്ലാമിക പണ്ഡിതനാണ്, അതേപോലെ ഇന്ത്യയിലെ ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹം ഹാജറ ഉസ്റത്തുഹു മിൻ ബുഖാറ ഇല ഡൽഹി. അദ്ദേഹം ജനിച്ചത് ഡൽഹിയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ഇവിടേക്ക് ഇന്ത്യയിലേക്ക് ഹിജറ വന്ന ആളുകളാണ്. അവർ ബുഖാറയിലുള്ള ഒരു ഫാമിലിയാണ്, ബുഖാറയിൽ ജനിച്ച് ജീവിച്ച ആളുകളാണ്, അറബി നാട്ടിൽ ജനിച്ച ആളുകളാണ്. അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഹിജറ വന്ന ആളുകളാണ്. ഹുവ അവ്വലു മൻ ജാഅ ബിഇൽമിൽ ഹദീസ് ഇലൽ ഹിന്ദി തസ്നീഫൻ വ തദ്രീബൻ. ആദ്യമായിക്കൊണ്ട് ഇൽമുൽ ഹദീസ്, ഹദീസ് പഠനം, ഹദീസ് എന്ന വിഷയത്തിൽ ആദ്യമായി ഒരു ഗ്രന്ഥരചന ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളയാൾ അബ്ദുൽ ഹക്ക് ദഹ്ലവിയാണ്. ആ ഗ്രന്ഥമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള മിദ്റാജുൻ നുബുവ എന്ന ഗ്രന്ഥം. മിദ്റാജുൻ നുബുവയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള ആ പ്രധാനപ്പെട്ട ഗ്രന്ഥം. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പഠിക്കണം. ഹദീസാണ് അതിലെ വിഷയം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മുമ്പ് PYQൽ വന്ന PSC ചോദിച്ച ഒരു ചോദ്യമാണ് ലംആത്തുൽ തൻഖീഹ് ഫി ശറഹി മിഷ്കാത്തുൽ മസാബീഹ് എന്ന ഗ്രന്ഥം. ലംആത്തുൽ തൻഖീഹ് എന്ന ഗ്രന്ഥം അബ്ദുൽ ഹക്ക് ദഹ്ലവിയുടേതാണ്. ഇനി അങ്ങോട്ട് ഞാനൊരു 5 ഗ്രന്ഥം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ചോദിച്ചിട്ടില്ലെങ്കിലും ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അൽ ആദാബുസ് സ്വാലിഹീൻ, ദുർറുൽ ഫരീദ് ഫി ഖവാഇദുൽ തജ്വീദ്, അൽ അഹാദീസുൽ അർബഈൻ, അൽ ഇക്മാൽ ബി അസ്മാഇ റിജാൽ, അത്വരീഖുൽ ഖവീം ഫി ശറഹി സിറാത്തുൽ മുസ്തഖീം. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഗ്രന്ഥങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ 2-3 നിർബന്ധമായും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, PSC സംബന്ധിച്ചിടത്തോളം അവർ പല കോലത്തിലുള്ള ചോദ്യങ്ങളാണ് ഇൻഡോ അറബിൽ നിന്ന് ഇപ്പോൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. താഴെ കൊടുത്തവയിൽ ഇദ്ദേഹത്തിൻ്റെതല്ലാത്ത ഗ്രന്ഥം ഏതാണ് എന്നൊക്കെ ചോദ്യം വന്നാൽ ഇമ്പോർട്ടൻ്റ് ആയതും അല്ലാത്തതുമൊക്കെ അതിൽ അവരിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളെ നമ്മൾ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളുടെയും എല്ലാ ഗ്രന്ഥങ്ങളും ഒന്ന് കണ്ണോടിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗ്രന്ഥങ്ങളെ പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന പോയിന്റുകൾ കുറച്ച് എക്സ്ട്രാ പോയിന്റുകളാണ്. സമയമുള്ളവർ മാത്രം നോക്കി വെക്കുക. ഞാൻ ഇനി അങ്ങോട്ട് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു പോകും. ഓരോ ആളുകളുടെ പേരും അവരുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ പുസ്തകങ്ങളും മറ്റ് ലക്കബുകളും മാത്രമേ പറഞ്ഞു പോവുകയുള്ളൂ. നോക്കാം. അബ്ദുൽ അസീസ് അൽ മൈമനി രാജ്കുത്തി എന്ന് പറയുന്ന ഗുജറാത്തിലെ രാജ്കോട്ടിൽ ജനിച്ച ഒരു സാഹിത്യകാരനാണ്. നമുക്ക് കേട്ടതിനൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറേ കൃതികൾ മനഃപ്പാടമാക്കിയ വ്യക്തിയാണ്. ദീവാനു മുത്തനബി, അൽ ഹമാസ, അൽ ബയാൻ വത്തബീൻ, അൽ കാമിൽ, അൽ മുഅല്ലഖാത്തു സബ, ഇത്തരത്തിൽ അറബി സാഹിത്യത്തിൽ വന്ന ഒരുപാട് കൃതികൾ മനഃപ്പാടമാക്കിയ ഒരാളാണ് അബ്ദുൽ അസീസ് അൽ മൈമനി.
70,000 ബൈത്തുകൾ അദ്ദേഹത്തിന് മനപ്പാടമുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നു. അതേപോലെ അദ്ദേഹം ഫേമസ് ആയൊരു മേഖലയാണ് അൽ മഖ്തൂതാത്തുൽ അറബിയ, അറബി ഖത്തുകളുണ്ടല്ലോ, അറബി ലിപി എഴുതുന്ന ആ രൂപങ്ങൾ, അതിൽ ഫേമസ് ആയ ഒരാളാണ് അബ്ദുൽ അസീസ് അൽ മൈമനി. ഇനി അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ ഒരു ഗ്രന്ഥമാണ് സിംതുൽ ആലി ഫി ഷറഹി ആമാലി അൽ ഖാലി. അൽ ഖാലി എഴുതിയ ഒരു ഗ്രന്ഥമാണ് ആമാലി എന്ന ഗ്രന്ഥം. ആമാലിക്ക് അദ്ദേഹം ഷറഹായിക്കൊണ്ട് എഴുതിയതാണ് സിംതുൽ ആലി എന്ന ഗ്രന്ഥം. ഇനി നമുക്ക് നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ എന്ന സാഹിത്യകാരനെ നോക്കാം. അദ്ദേഹം എഴുതിയ കുറച്ച് ഗ്രന്ഥങ്ങളാണ്, പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അബ്ജദുൽ ഉലൂം ഒരു ഗ്രന്ഥമാണ്. അബ്ജദുൽ ഉലൂമിൽ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൽമിൻ്റെ ഇനങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. വേറെ ഗ്രന്ഥങ്ങൾ നോക്കാം. ഫത്ഹുൽ ബയാൻ തഫ്സീറാണ് വിഷയം. മിസ്കുൽ ഖിതാം അതിൽ ബുലൂഗുൽ മറാമിൻ്റെ ഷറഹാണ് ആ ഗ്രന്ഥം. നെയ്ലുൽ മറാം തഫ്സീറാണ് വിഷയം. ഖുലാസത്തുൽ കശാഫ്, ഔനുൽ ബാരി, ഇതൊക്കെയാണ് നവാബ് സിദ്ദീഖ് ഹസൻ ഖാനിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. മറ്റൊരാളാണ് മുർത്തള സുബൈദി. മുർത്തള സുബൈദി നമ്മൾ പഠിക്കുന്നത് ഒരേ ഒരു പോയിൻ്റ് മാത്രമാണ്. മുർത്തള സുബൈദി ഒരു മുഅ്ജം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഡിക്ഷണറി. ആ ഡിക്ഷണറിയുടെ പേര് താജുൽ ഉറൂസ് എന്നതാണ് ആ ഡിക്ഷണറിയുടെ പേര്. ആ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ മജ്ദുദ്ദീൻ അൽ ഫൈറൂസാബാദി ഉണ്ടാക്കിയ ഖാമൂസുൽ മുഹീത്ത് എന്ന ഡിക്ഷണറിയുടെ ഷറഹായിക്കൊണ്ട്, വിശദീകരണമായിക്കൊണ്ടാണ് താജുൽ ഉറൂസ് മുർത്തള സുബൈദി എഴുതിയത്. ഇനി അടുത്തൊരാൾ മൗലാന അബുൽ കലാം ആസാദാണ്. മൗലാന അബുൽ കലാം ആസാദ് നമ്മളുടെ സിലബസിൽ ഇല്ലെങ്കിലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം പണ്ഡിതനും സ്വതന്ത്ര സമര സേനാനിയും എന്ന നിലക്ക് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിലും മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് ജീവചരിത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മൗലാന അബുൽ കലാം ആസാദിൻ്റെ യഥാർത്ഥ പേര് മുഹയ്യുദ്ദീൻ ഇബ്നു ഖൈറുദ്ദീൻ എന്നാണ്. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു, മൗലാന ആസാദിൻ്റെ ഒരു ഗ്രന്ഥം കൊടുത്തിട്ട് ഈ ഗ്രന്ഥം എഴുതിയത് ആരാണെന്ന് ചോദിച്ചു. ഓപ്ഷൻ ഒന്നാമത് കൊടുത്തു അവർ APJ അബ്ദുൽ കലാം എന്ന്. പിന്നീട് ആ ഓപ്ഷനിൽ മൗലാന അബുൽ കലാം ആസാദ് എന്നൊരു പേര് കൊടുത്തില്ല. അതിന് പകരം മുഹയ്യുദ്ദീൻ ഇബ്നു ഖൈറുദ്ദീൻ എന്നും കൊടുത്തു. സ്വാഭാവികമായിട്ടും ഒരാളിത് കാണുമ്പോൾ APJ അബ്ദുൽ കലാം എന്നതാണ് കുത്തുക, ആ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുക. കാരണം APJ അബ്ദുൽ കലാമും മൗലാന അബുൽ കലാം ആസാദും നമുക്ക് പലപ്പോഴായിട്ട് മാറിപ്പോവാറുണ്ട്. എന്നാൽ ഇവരതിൽ അബുൽ കലാം ആസാദ് എന്നൊരു പേര് കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മുഹയ്യുദ്ദീൻ ഇബ്നു ഖൈറുദ്ദീൻ ഓപ്ഷനിൽ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ തരത്തിൽ നമ്മളെ പറ്റിക്കുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ കൃത്യമായി അതിന് മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മുഹയ്യുദ്ദീൻ ഇബ്നു ഖൈറുദ്ദീനാണ് യഥാർത്ഥ പേര്. അവർക്ക് മൗലാന അബുൽ കലാം ആസാദിന് കിട്ടിയ വിളിപ്പേരുകൾ, ലഖബുകളാണ് അബുൽ കലാം ആസാദ് എന്നതും ഇമാമുൽ ഹിന്ദ്, ഇന്ത്യയുടെ ഇമാം എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. ഇംറാത്തൂർ തഅലീം, വിദ്യാഭ്യാസത്തിൻ്റെ എംബറർ, ദ എംബറർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഇത് ഒരു തവണ പരീക്ഷയിൽ വന്നതാണ്. ഉലിദ ഫി മക്ക, അദ്ദേഹം ജനിച്ചത് മക്കയിലാണ്, 1888 ഡൽഹിയിൽ 1958 അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. എല്ലാവർക്കും അറിയുന്ന പോയിൻ്റാണ്. അവ്വൽ വസീറുൽ തഅലീം ഫിൽ ഹിന്ദ് ബഅദൽ ഇസ്തിഖ്ലാൽ, സ്വതന്ത്ര രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന ഒരു പോയിൻ്റാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് തർജുമാനുൽ ഖുർആൻ. അദ്ദേഹം ഉറുദു ഭാഷയിൽ വിശുദ്ധ ഖുർആനിന് എഴുതിയിട്ടുള്ള ഒരു തഫ്സീറാണ് തർജുമാനുൽ ഖുർആൻ, ഇമ്പോർട്ടൻ്റ് ആണ്. അൽ ഹിന്ദ് തഫൂസു ബിൽ ഇസ്തിഖ്ലാൽ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അൽ ഹിന്ദ് തഫൂസു ബിൽ ഇസ്തിഖ്ലാൽ, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നതാണ് ആ ഗ്രന്ഥത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പിൻ്റെ പേര്. ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇത് അറബിയിൽ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അൽ ഹിന്ദ് തെൽഹറു ബിൽ ഇസ്തിഖ്ലാൽ എന്നും അൽ ഹിന്ദ് തഫൂസു ബിൽ ഹുറിയ എന്നും പല പേരിൽ ഈ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. അൽ ഹുറിയത്ത് ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഫ്രീഡം എങ്ങനെയാണ് എന്നതും അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി കുറച്ച് പ്രധാനപ്പെട്ട മുഅല്ലഫാത്തുകളും അത് എഴുതിയ ആളുകളും ആരൊക്കെയാണെന്ന് നോക്കാം. അബ്ദുൽ മുൻഅം നമീർ എന്ന മിസ്രി പണ്ഡിതൻ, ഈജിപ്ഷ്യൻ പണ്ഡിതനാണ് താരിഖുൽ ഇസ്ലാം ഫിൽ ഹിന്ദ് എന്ന ഗ്രന്ഥം എഴുതിയത്. യൂസുഫ് കോക്കൻ തമിഴ്നാട്ടിലെ ഒരു അറബി സാഹിത്യകാരനാണ്. യൂസുഫ് കോക്കനാണ് തിരുവള്ളുവരിൻ്റെ തിരുക്കുറൽ അറബിയിലേക്ക് എത്തിച്ചത്. തിരുക്കുറൽ എഴുതിയത് യൂസുഫ് കോക്കനാണ്. അതേപോലെ തന്നെ അല്ലഫൽ അലിഫ് എന്നൊരു സുന്ദരമായ ഒരു അറബി കവിതയുണ്ട്. അല്ലഫൽ അലിഫ്,
അത് എഴുതിയത് ഉമർ അൽ ഖാഹിരിയാണ്. വേറൊന്ന് കാമൂസുൽ മുഹീത്ത് എന്ന ബൃഹത്തായ ഡിക്ഷണറി ഉണ്ടാക്കിയത് ഇന്ത്യയിലെ അറബി പണ്ഡിതനായിട്ടുള്ള മജിദുദ്ദീൻ അൽ ഫൈറൂസാബാദിയാണ്. വേറെ ഒരു പോയിൻ്റ് റിജാലു സിന്ധ് വൽ ഹിന്ദ് എന്ന ഗ്രന്ഥം എഴുതിയത് ഖാലി അത്ഹർ മുബാറക് ഫുരിയാണ്. അൽ കശാഫുൽ മുസ്തലഹാത്ത് എന്ന ഗ്രന്ഥം എഴുതിയത് മുഹമ്മദ് അലി തഹാനവിയാണ്. അതേപോലെ തന്നെ കേട്ടത്തിന് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റഹീഖുൽ മഖ്തൂം എന്ന ഗ്രന്ഥം എഴുതിയത് സൊഫിയുർ റഹ്മാൻ അൽ മുബാറക് ഫുരിയാണ്. റഹീഖുൽ മഖ്തൂമിൻ്റെ വിഷയം എന്താണ് എന്നുള്ളതും കേട്ടത്തിന് നിരന്തരം ചോദിക്കുന്നതാണ്. സീറത്തുൻ നബവിയ, പ്രവാചക കഥകളാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ പുസ്തകങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇന്ത്യയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ലക്കബുകൾ, ഇന്ത്യയിലെ സാഹിത്യകാരന്മാരുടെ കുറച്ച് ലക്കബുകൾ, അറിയപ്പെടുന്ന പേരുകൾ നോക്കാം. ബബ്ഗാഉൽ ഹിന്ദ്, ഇന്ത്യയുടെ വാനമ്പാടി എന്ന് അറബി സാഹിത്യത്തിൽ അല്ലെങ്കിൽ ഉറുദു സാഹിത്യത്തിൽ അറിയപ്പെടുന്നത് അമീർ ഖുസ്രു എന്ന ഉറുദു കവിയാണ്. ഷംസുൽ ഉലമ എന്ന് വിളിക്കുന്നത് ഷിബലി നുഅ്മാനിനെയാണ്. ബൈഹഖി അൽ ഹിന്ദ്, ഇന്ത്യയുടെ ബൈഹഖി എന്ന് വിളിക്കുന്നത് സനാഉല്ല പാനിപത്തിയെയാണ്. ഇനിയും ഒട്ടനവധി ലക്കബുകളുണ്ട്, പക്ഷെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല, എന്നാലും ഇൻ കേസ് പരീക്ഷയ്ക്ക് ചോദിച്ചാലോ എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഉൾപ്പെടുത്തിയത്. ഇനി നമുക്ക് ഒരു ചെറിയ രണ്ട് ടോപ്പിക്കും കൂടെ ബാക്കിയുണ്ട്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് ആണ്, കേട്ടിട്ടുകാരെ സംബന്ധിച്ച് ചോദ്യങ്ങൾ നിരന്തരം വരുന്നതാണ്. അസ്ഹാഫ അൽ അറബിയ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ കുറച്ച് അറബിക് ജേണലുകൾ, അറബിക് മാഗസിനുകളെക്കുറിച്ച് നോക്കാം. PSC കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ചോദ്യങ്ങളൊന്നും വരാറില്ല, വേണമെങ്കിൽ മാത്രം നോക്കുക. 2017 ചോദിച്ചതാണ്, സിഹാഫകളെക്കുറിച്ച് ചോദിച്ചിരുന്നു. പിന്നെ ഇനി പറയാൻ പോകുന്ന കുറച്ച് പോയിന്റുകളുണ്ട്. 2017 2 ചോദ്യം ചോദിച്ചിരുന്നു, പിന്നീട് ഇങ്ങോട്ട് ചോദ്യത്തിൽ കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിക്കോളുക. പിന്നെ ഇന്ത്യയിലെ അറബിക് മാഗസിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അന്നഫ്ഉൽ അലീം ലി അഹ്ലി ഹാദൽ ഇഖ്ലീം എന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മാഗസിനാണ്, അറബി മാഗസിനാണ്. അവ്വലു സഹീഫ അൽ അറബിയ ഫി ഷിബ്ഹി അൽ ഖാറത്തുൽ ഹിന്ദിയ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പിന്നെ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ അറബി മാഗസിനാണ് അന്നഫ്ഉൽ അലീം ലി അഹ്ലി ഹാദൽ ഇഖ്ലീം എന്നത്. ലാഹോറിൽ നിന്ന് 1871 ഇത് പ്രസിദ്ധീകരിച്ചത്. ഇനി 1-2 എക്സ്ട്രാ കുറച്ച് മാഗസിനുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അൽ ലിയാ എന്ന മാഗസിൻ പിന്നെ 1932 ലക്നൌവിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. ലക്നൌവിലെ നദുവത്തുൽ ഉലമ എന്ന കോളേജിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ അറബി മാഗസിനാണ് അൽ ലിയാ എന്നുള്ളത്. വേറൊന്ന് അസ്സഖാഫത്തുൽ ഹിന്ദ്, അർത്ഥം ഇന്ത്യയുടെ സംസ്കാരം എന്നതാണ്. അസ്സഖാഫത്തുൽ ഹിന്ദിനെ കുറിച്ച് പിന്നെ കുറേ ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. അഖ്ദമു സഹീഫ അൽ അറബിയ തസ്ദുറു ഹത്തൽ ആൻ, ഇന്നും പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന അറബി മാഗസിനാണ് ഇത്. 1950 ഇത് പ്രസിദ്ധീകരിച്ചത്. തുടങ്ങിയത് ഇന്ത്യൻ ഗവൺമെൻറ്റാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണം തുടങ്ങിയത്. ഇപ്പോഴും ഇന്ത്യൻ ഗവൺമെൻറ്റാണ് സഖാഫത്തുൽ ഹിന്ദ് പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനൊരു ചോദ്യം കേട്ടതിന് മുമ്പ് ചോദിച്ചിരുന്നു, ഇന്ത്യൻ ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കുന്ന അറബിക് ജേണൽ ഏതാണ് എന്നുള്ളത് സഖാഫത്തുൽ ഹിന്ദാണ്. വേറൊരു ചോദ്യം വന്നത് മജ്ലിസുൽ ഹിന്ദിയ ലിൽ അലാഖാത്തി സഖാഫിയ, പിന്നെ ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയമുണ്ട്, പിന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക വകുപ്പുണ്ട്, അവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മാഗസിൻ ഏതാണ്, അറബിക് മാഗസിൻ ഏതാണ് എന്ന ചോദ്യവും മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സഖാഫത്തുൽ ഹിന്ദ് പഴക്കം ചെന്ന, ഇന്നും പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന അറബിക് ജേണലാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റാണ് പ്രസിദ്ധീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രസിദ്ധീകരിക്കുന്ന സ്ഥലം ചോദിച്ചാൽ ഡൽഹിയാണ് ഉത്തരം. ഇന്ത്യൻ ഗവൺമെൻറ് ആയതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് തന്നെയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഇനി ഒരു 4 മാഗസിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ നോക്കാം. മജല്ലത്തു സൗത്തുൽ ഹിന്ദ്, ഇന്ത്യയുടെ ശബ്ദം എന്ന് പറയുന്ന ഈ മാഗസിൻ 1952 മുതലാണ് പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നത്. അത് പിന്നെ ഈജിപ്തിലെ കെയ്റോയിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈജിപ്തിലെ മിസ്രിലെ അൽ ഖാഹിറ എന്ന ഈ ഈജിപ്തിൻ്റെ തലസ്ഥാന നഗരിയുണ്ട്. ഈജിപ്തിൻ്റെ തലസ്ഥാന നഗരിയിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അവിടെയുള്ള ഇന്ത്യൻ എംബസിയാണ് ഇത് ഈ ഒരു മജല്ലത്തു സൗത്തുൽ ഹിന്ദ് പ്രസിദ്ധീകരിക്കുന്നത്. വേറൊന്നാണ് അൽ ബാസുൽ ഇസ്ലാമി. അൽ ബാസുൽ ഇസ്ലാമി ഒട്ടനവധി തവണ പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. 1955 മുതലാണ് ബാസുൽ ഇസ്ലാമി ലക്നൌവിലെ നദുവത്തുൽ ഉലമ എന്ന സ്ഥാപനത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത്. പിന്നെ ഇപ്പോഴും 2023 കേട്ടത്തിന് വന്നൊരു ചോദ്യമാണ് ബാസുൽ ഇസ്ലാമി എവിടെ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്നത്.
പിന്നെ നദുവത്തുൽ ഉലമായിലെ ലക്നൗവിലെ നദുവത്തുൽ ഉലമായിൽ നിന്ന് പ്രസിദ്ധീകരിച്ച വേറെ ഒരു മാഗസിനാണ് അർ-റായിദ് എന്നത്. 1959 അത് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. ബാസുൽ ഇസ്ലാമിയും റായിദും ഇന്നും പ്രസിദ്ധീകരിക്കുന്ന അറബി ജേണലുകളാണ്. ഇനി അവസാനമായിക്കൊണ്ട് മജല്ലത്തു സൗത്തുൽ ഉമ്മ എന്നൊരു അറബിക് മാഗസിനെ പറ്റി നോക്കാം. അത് ജാമിയത്തു സലഫിയ ബനാറസിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. ബനാറസിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ജാമിയ സലഫിയ എന്നത്. അവിടെ നിന്നാണ് മജല്ലത്തു സൗത്തുൽ ഉമ്മ എന്നൊരു മാഗസിൻ പ്രസിദ്ധീകരിക്കുന്നത്. ഇനി നമുക്ക് അൽ മറാക്കിസുൽ ഇസ്ലാമിയ അൽ അറബിയ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ കുറച്ച് യൂണിവേഴ്സിറ്റികളെ പറ്റി, ഒരു 4 യൂണിവേഴ്സിറ്റികളെ പറ്റി പറയാം. അവിടെ അറബി പഠിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയെ പറ്റി പഠിക്കുന്നത്. പിന്നെ അറബി പണ്ഡിതന്മാരും മുസ്ലിങ്ങളും തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. ഒന്നാമത് ജാമിയത്തു ദാറുൽ ഉലൂം ദിയൂബന്ദിലെ ജാമിയ ദാറുൽ ഉലൂം എന്ന കോളേജാണ്. ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്. മുഹമ്മദ് ഖാസിം നാനൂത്തവിയാണ് ഇത് സ്ഥാപിച്ചത്. അസ്ഹറുൽ ഹിന്ദ്, ഇന്ത്യയുടെ അസ്ഹർ എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു കോളേജാണ്. ഉത്തർപ്രദേശിലെ ദിയൂബന്ദിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ കോളേജാണ് ജാമിയത്തു അലിഗഡ് ഇസ്ലാമിയ, AMU, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന ഒരു യൂണിവേഴ്സിറ്റി നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പല കുട്ടികളും അവിടെ പോയി പഠിക്കുന്നുണ്ട്. സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. മൂന്നാമത്തേത് ജാമിയ മില്ലിയ ഇസ്ലാമിയ, JMI എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ. അത് സ്ഥാപിച്ചത് ഒരുപാട് ആളുകൾ ചേർന്നുകൊണ്ടാണ് അത് സ്ഥാപിച്ചത്. മൗലാന മുഹമ്മദ് അലി ജൗഹറുണ്ട്, മഹ്മൂദ് ഹസനുണ്ട്. ഈ ആളുകളൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. അതിൽ ഈ 2 ആളുകളുടെയും പേര് നിങ്ങൾ ഓർക്കണം. 2 ആളുകളെയും പിന്നെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തതായിക്കൊണ്ട് നദുവത്തുൽ ഉലമാഇനെ കുറിച്ചാണ് പറയാനുള്ളത്. നദുവത്തുൽ ഉലമായിൽ നിന്ന് ഇറങ്ങുന്ന കുറേ പത്രങ്ങളെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. നദുവത്തുൽ ഉലമാ മുഹമ്മദ് അലി അൽ മുൻകീരിയാണ് നദുവത്തുൽ ഉലമാ എന്ന ഈ സ്ഥാപനം ഉണ്ടാക്കിയത്. അവിടെ നിന്നാണ് അബുൽ ഹസൻ നദ്വിയെ പോലത്തെ നദ്വിമാർ ഇറങ്ങിയിട്ടുള്ളത്. പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ലക്നൗവിലാണ്, ഉത്തർപ്രദേശിലെ ലക്നൗവിലാണ് നദുവത്തുൽ ഉലമാ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി നമുക്ക് പിന്നെ ഈ ഒരു സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇൻഡോ അറബിലെ 2ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എന്ന് പറയുമ്പോൾ കണ്ടൻറ്റ് വൈസ് നോക്കുമ്പോൾ 1ാമത്തെ പാർട്ട് തന്നെയാണ് ഇന്ന് നമ്മളെടുത്തത്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇന്ത്യയിലെ 6 സാഹിത്യകാരന്മാരെക്കുറിച്ചും അതിനുശേഷം എക്സ്ട്രാ ഒരു 4-5 ആളുകളെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അഹ്മുൽ മുഅല്ലഫാത്തിൽ 4 ആദ്യത്തെ 3 കൃതികൾ സബഹത്തുൽ മർജാനും നുസ്ഹത്തുൽ ഖവാത്തിറും റിജാലുൽ ഫിക്ർ വദ്ദഅവത്ത് ഫിൽ ഇസ്ലാം, ഈ 3 ഗ്രന്ഥങ്ങളും ഇതിൻ്റെ ആളുകളെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാസ് എന്ന ഭാഗത്തിൽ അസ്സഹായിഫുൽ ഹിന്ദിയ, അൽ ജാമിയാത്തുൽ ഹിന്ദിയ, ഇന്ത്യയിലെ അറബി പത്രങ്ങൾ, ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ പാർട്ടിൽ കവർ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ കൃത്യമായി പഠിക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് പാർട്ടിൽ, അടുത്ത പാർട്ടിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് കേരളത്തിലെ കുറച്ച് സാഹിത്യകാരന്മാരും കുറച്ച് അറബി പണ്ഡിതനും അതേപോലെ 2 ഗ്രന്ഥങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ എക്സ്ട്രാസിൽ വന്നിട്ടുള്ള ഒരു 2 പോയിൻ്റ് ഉണ്ട്. ഈ ബാക്കി വന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഒട്ടനവധി തിരക്കിലേക്ക് പോയതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ക്ലാസ് പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇൻഷാ അല്ലാ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എന്നും പറയുന്നത് പോലെ നമുക്ക് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ്, നിങ്ങൾ കമൻറ്റിലൂടെ നൽകുന്ന പ്രാർത്ഥനകളാണ് നമുക്കുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. പിന്നെ ഇഹലോകത്തും പരലോകത്തും ഹൈർ കിട്ടാൻ വേണ്ടി, ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. നിങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദുആ ചെയ്യുക. അതേപോലെ ചാനൽ അറിയാത്ത ആളുകളിലേക്ക് ചാനൽ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ സപ്പോർട്ടുകൾ അറിയിക്കുക. കുറേ ആളുകൾ പേഴ്സണൽ മെസ്സേജ് ആയിക്കൊണ്ട് നമുക്ക് മെസ്സേജുകൾ ഇടാറുണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പർ അറിയുന്ന ആളുകൾ പിന്നെ ബന്ധമുള്ള ആളുകൾ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പിന്നെ പല ആളുകളും തിരുത്തി തരാറുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നതിൽ പ്രാർത്ഥനകൾ അറിയിക്കാറുണ്ട്. അതേപോലെ തന്നെ ക്ലാസ് കണ്ടില്ല എങ്കിൽ ഇന്ന് ക്ലാസ് ഉണ്ടോ, ഇന്ന് വരുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്.
അതേപോലെ പിന്നെ കുറേ മെസ്സേജുകൾ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നിരന്തരം നമ്മൾ വീണ്ടും വീണ്ടും ക്ലാസ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള സപ്പോർട്ട് ഇനിയും നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം എന്ന് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അവസാനിപ്പിക്കുന്നു. അടുത്ത പാർട്ടുമായിട്ട് ഉടനെ തന്നെ കാണാം. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.